ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തീനേക്കാളും പൊറോട്ടേനേക്കാളും നല്ല ടേസ്റ്റുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു കറിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാം. ഇത് 1 കിലോ ചിക്കനാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, നമ്മളിത് പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഈ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഓവർ ഫ്രൈ ആക്കുന്നില്ല, നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ അത്രയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് റെഡിയാക്കിയ ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. അത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയും ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പച്ചമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 4 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായി ഇളക്കി നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ് ഇട്ടത്. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ മല്ലിപ്പൊടി കൂടുതൽ ഇടണ്ട, അതിൻ്റെ ഒരു സ്മെല്ല് വരും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരുംജീരകം വറുത്ത് പൊടിച്ചതാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നമ്മളെ മസാലയെല്ലാം നല്ല കുറുകിയിട്ടുണ്ടാവും, നല്ല തിക്കായിട്ടുള്ള ഒരു മസാല ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തിളച്ച് നല്ല കുറുകിയിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നന്നായി ഇളക്കിയെടുത്ത് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നല്ല ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് വരെ വേവിച്ചെടുത്തതാണ്. നമ്മളിത് ചിക്കന് വേവിച്ചെടുത്തതാണ്. അതുപോലെ നമ്മുടെ മസാല നല്ലോണം വെന്ത് നല്ല കുഴഞ്ഞിരിക്കുന്ന മസാലയും കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് സമയം വേവിക്കണില്ല, നല്ല ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് കൂടുതൽ ഗ്രേവി ആണെങ്കിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് വറ്റിച്ചാണെങ്കിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് മൈദയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്. അപ്പോൾ അത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനായിട്ട് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 3 ടേബിൾ സ്പൂൺ സവാള ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എടുത്തതാണ്. അത് ചെറിയ കഷ്ണമാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടത്. പിന്നെ ഇതിലേക്കായിട്ട് 1 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം ഫൈനായിട്ട് അരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു തരി ആയിട്ട് നിൽക്കുന്ന പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിയിലോട്ട് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾ ഇടുന്നത് ഇതിന് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇനി ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നോർമൽ വാട്ടറാണ്, ചൂടുവെള്ളമല്ല, നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആണ്, ഹാർഡല്ല, നല്ല സോഫ്റ്റ് ഉണ്ട്. ചപ്പാത്തി മാവ് പോലെ അത്ര ഹാർഡായിട്ടുള്ളതല്ല. അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ച ശേഷം നമ്മൾക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈം നമുക്ക് ഇതിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തതാണ് കേട്ടത്. ഇനി ഇതുപോലത്തെ ഒരു പലകയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ നല്ലോണം വലിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുറച്ചൊന്ന് മൈദ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ആക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം ലൂസായിട്ട് കിട്ടണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഓരോ പീസ് എടുത്ത് നമ്മൾ ഇത് ഉള്ളിലോട്ട് മടക്കിയെടുക്കുന്ന പോലെ ഈ ഒരു കാണുന്ന വിധത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ എല്ലാ ബോൾസും ആക്കിയ ശേഷം ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കണം. ഓയിൽ ഇടുന്നത് കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദയാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം, നല്ല ലൂസാക്കി എടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഓയിൽ തന്നെയാണ് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുന്നത്. ഇനിതാ നമ്മുടെ ചപ്പാത്തി പലയിലേക്ക് കുറച്ച് മൈദ ഇട്ടതിന് ശേഷം നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല തിന്നാക്കിയിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല തിന്നാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദയും ഓയിലും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്താൽ തന്നെ മതി, എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്ന് മടക്കിയെടുത്തതിന് ശേഷം നടുഭാഗത്തേക്കും നമ്മൾ ഇതുപോലെ ഈ ഒരു ഓയിലും മൈദയും ചേർത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയും മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ ചുടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ പരത്തിയെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമ്മളിത് പരത്തുമ്പോൾ മൈദ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഓയിൽ ഇട്ടത് കൊണ്ട് തന്നെ അത് നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല തെളുപ്പായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി നല്ല ചൂടായ പാത്രത്തിലേക്കിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. 2 ഭാഗവും ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യാണ് തടവുന്നത്. നെയ്യിൻ്റെ ഒരു സ്മെല്ലും വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഭാഗവും കൂടി നമ്മൾക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചു വിട്ടതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളിത് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് നമ്മളെല്ലായിടത്തും ആയിട്ടുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു റൊട്ടി റെഡി ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് കേട്ടോ. നമ്മളിത് ചൂട് പാത്രത്തിലാണ് വെക്കേണ്ടത്. ഓരോന്നും എടുത്തിട്ട് ചൂട് പാത്രത്തിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ലെയറൊക്കെ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലൊരു കറിയും കൂടെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും എല്ലാത്തിനും പറ്റിയ ഒരു നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയും കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.